രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒട്ടേറെ അമ്മമാരുടെയും സഹോദരിമാരുടെയും കണ്ണീർ വീണ മണ്ണാണിത്. ഓരോ കൊലപാതകത്തിന് പിന്നിലും വ്യക്തമായ ഗൂഢാലോചനയുണ്ടാകും. അതിനുശേഷം സമാധാന ചർച്ചയും രക്തസാക്ഷി അനുസ്മരണവും കുടുംബസഹായ ഫണ്ട് സ്വരൂപിക്കലും. ഇത് കാലാകാലങ്ങളായി കേൾക്കുന്ന രാഷ്ട്രീയ കേരളത്തിൻ്റെ കഥയാണ്. കൊന്നും കൊലവിളിച്ചും ചോര വീണ തീരാക്കളങ്കത്തിൻ്റെ ഇത്തരം കഥകൾ കുറേ പറയാനുണ്ട്. ഉറ്റവരെ നഷ്ടമായ നിരവധി കുടുംബങ്ങളുടെ വേദനയിൽ കേരളത്തിൻ്റെ മനസ്സ് മരവിച്ചിട്ടുണ്ട്. പെരിയയിലെ രണ്ടമ്മമാരുടെയും സഹോദരിമാരുടെയും ഉള്ളു പൊട്ടിയുള്ള കണ്ണീരിൽ ഈ നാടും കൂടെ കരഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കുടുംബത്തിനും ഈ അവസ്ഥ ഉണ്ടാകരുത്. അതിനുള്ള താക്കീതാണ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ വിധി. CPM നേതാക്കളടക്കം 14 പ്രതികൾക്ക് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. TP ചന്ദ്രശേഖരൻ വധക്കേസിന് ശേഷം രാഷ്ട്രീയ കേരളത്തെ നടുക്കിയ ഏറ്റവും ക്രൂരമായ ഇരട്ട കൊലപാതകം. രാഷ്ട്രീയ എതിരാളികളുടെ ജീവനെടുക്കുന്ന നിഷ്ഠൂരമായ പകപോക്കലായിരുന്നു പെരിയയിലെ കൃപേഷിനെയും ശരത് ലാലിനെയും കൊലപ്പെടുത്തിയ കേസ്. 6 വർഷം നീണ്ട നിയമ പോരാട്ടം, 20 മാസം നീണ്ട വിചാരണ. ഒടുവിൽ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നു. 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. മുൻ MLA KV കുഞ്ഞിരാമനടക്കം മറ്റ് 4 പ്രതികൾക്ക് 5 വർഷം തടവ്. പ്രോസിക്യൂഷനും കോൺഗ്രസും വിധിയെ സ്വാഗതം ചെയ്തപ്പോൾ അപ്പീൽ പോകുമെന്നാണ് CPM നിലപാട്. കേസിലെ 1 മുതൽ 8 വരെയുള്ള പ്രതികളായ CPM പെരിയ ലോക്കൽ കമ്മിറ്റി മുൻ അംഗം A. പീതാംബരൻ, സജി C. ജോർജ്, KM സുരേഷ്, K. അനിൽകുമാർ, ഗിജിൻ, R. ശ്രീരാഗ്, അശ്വിൻ, സുബീഷ്, 10ാം പ്രതി രഞ്ജിത്ത്, 15ാം പ്രതി വിഷ്ണുസുര എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. മുൻ MLAയും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ, ഉദുമ മുൻ ഏരിയ സെക്രട്ടറി K. മണികണ്ഠൻ, പാക്കം മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി എന്നിവർക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷ. കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നും ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്നും കോടതിയിൽ പ്രതിഭാഗം വാദിച്ചിരുന്നു. പ്രതികൾ സ്ഥിരം കുറ്റവാളികളല്ല, മനപരിവർത്തനത്തിന് സാധ്യതയുണ്ട്, പല സാക്ഷിമൊഴികളിലും വൈരുദ്ധ്യമുണ്ട് തുടങ്ങിയ വാദങ്ങളും പ്രതികൾ നിരത്തി. 1ാം പ്രതിയായ CPIM പെരിയ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന A. പീതാംബരൻ ഉൾപ്പെടെ 8 പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞിരുന്നു. T. രഞ്ജിത്ത്, A. സുരേന്ദ്രൻ എന്നിവർ തെളിവ് നശിപ്പിച്ചതായും പ്രതികളെ സംരക്ഷിച്ചതായും കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊലക്കുറ്റം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾക്കാണ് 10 പ്രതികൾക്ക് CBI കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. 2ാം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയെന്ന കുറ്റം ചുമത്തിയാണ് മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പേർക്ക് 5 വർഷം തടവ് ശിക്ഷ. റയറസ്റ്റ് ഓഫ് റയർ കേസ് എന്താണെന്നുള്ളത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ പെർവിൽ എന്തെന്നാലും വരുന്നില്ല. അതുകൊണ്ടാണ് ലൈഫ് ഇംപ്രിസൺമെൻറ്റിനേക്കാളും പിന്നെ തൊട്ട് അടുത്ത പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് തന്നെയാണ്. അപ്പോൾ സ്വാഗതം ചെയ്യുന്നു. ഇത് തന്നെയാണ് ഏറ്റവും മാക്സിമം പണിഷ്മെൻറ്റ് കിട്ടാൻ പറ്റുന്നത്. KV കുഞ്ഞിരാമനടക്കം 4 CPIM നേതാക്കൾക്ക് കുരുക്കായത് മാധ്യമപ്രവർത്തകന്റെ മൊഴിയാണ്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിക്കുന്നതിന് സാക്ഷിയായ ദീപിക റിപ്പോർട്ടർ മാധവന്റെയും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെയും മൊഴി നിർണായകമായി. പ്രതികൾക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ വിജയിച്ചുവെന്ന് കോടതി നിരീക്ഷിച്ചു. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും 20 മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമായിരുന്നു വിധി പ്രഖ്യാപനം. 24 പ്രതികളിൽ 10 പേരെ കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. ഇതിനെതിരെ അപ്പീൽ പോകാനാണ് പ്രോസിക്യൂഷൻ നീക്കം. അതേസമയം കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ പ്രതികരിച്ചു. up to 3 years ആണെങ്കിൽ ഇവിടുന്ന് തന്നെ ജാമ്യം ലഭിക്കുമായിരുന്നു. 5 വർഷമായതുകൊണ്ട് അപ്പീൽ സമർപ്പിച്ച ശേഷം സെന്റൻസ് സസ്പെൻഡ് ചെയ്ത് ജാമ്യത്തിൽ ഇറക്കുന്നു. വൈകാതെ നടപടിയിലേക്ക് പോകും. അവരെല്ലാം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് അയക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അങ്ങനെ എല്ലാവരും. 2019 ഫെബ്രുവരി 17-നായിരുന്നു കേരളത്തെ നടുക്കിയ പെരിയ ഇരട്ടക്കൊലപാതകം നടന്നത്. രാത്രി 7:30-യോടെ ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന ശരത് ലാലിനെയും കൃപേഷിനെയും കല്യോട്ട് കൂരാങ്കര റോഡിൽ തടഞ്ഞു നിർത്തി പ്രതികൾ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. വെട്ടേറ്റ കൃപേഷ് സംഭവസ്ഥലത്തും
ശരത് ലാല് മംഗളൂരുവിലെ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേയും മരിച്ചു. കൊല്ലപ്പെടുമ്പോൾ ശരത്തിന് 23-ഉം കൃപേഷിന് 19-ഉമായിരുന്നു പ്രായം. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസ് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചു. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് കാണിച്ച് ശരത്തിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. സർക്കാരിന്റെ അപ്പീൽ ഉൾപ്പെടെ തള്ളിയാണ് കേസന്വേഷണം കോടതി CBIക്ക് വിട്ടത്. CBIയുടെ വരവോടെയാണ് CPMന്റെ ജില്ലയിലെ പ്രധാന നേതാക്കളടക്കം പ്രതിപ്പട്ടികയിൽ വന്നത്. അക്രമ രാഷ്ട്രീയം മൂലം 2 യുവാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ട കേസാണിതെന്ന് കോടതിയുടെ വിധിയിലെ നിരീക്ഷണം CPMന് തിരിച്ചടിയാണ്. News 18 കൊച്ചി.